ഈ ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാൽ 3 പ്രശ്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ വരിക. ആദ്യഘട്ടത്തിൽ അത് വരും. ഒന്നാമത്തെ പ്രശ്നം സൂഉൽ ദന്നി ബിൽ മുഅ്മിനീൻ, എല്ലാവരെ കുറിച്ച് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അയാൾ ശരിയില്ല, ഇയാള് നല്ല ആളല്ല, അയാളെ എനിക്കധികം കണ്ടുകൂടാ, മൂപ്പര് കുറച്ച് പൈസന്റെ ആളാണ്, മൂപ്പര് ഈ സ്റ്റേജ് ഭയങ്കരമായിട്ട് കയറണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, മൂപ്പര് ഉസ്താമാരെ പേര് ഫോട്ടോ എടുക്കാം, ഞാൻ അങ്ങനെയൊന്നല്ല, ഇങ്ങനെ ബാക്കിയുള്ള എല്ലാവരും നരകത്തിലും മൂപ്പര് മാത്രം സ്വർഗ്ഗത്തിലായിരിക്കും. അകത്ത് ഹലാലല്ലാത്തത് വയറ്റിലെത്തിയാൽ എല്ലാരെ കുറിച്ച് മൂപ്പർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഒരാളും നല്ല ആളുണ്ടാവില്ല ലോകത്ത്, മൂപ്പരുണ്ടാവും നല്ല ആളായിട്ട്. ആരും തെറ്റിദ്ധരിക്കരുത്. അതിന് പ്രശ്നം ഫുഡ് ഹലാലല്ലാത്ത കഴിക്കുന്നത്. ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തുമുണ്ടാകുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അല്ലാ യജിദ ലിദ്ദാഅത്തി സമറ, ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, ഉറക്കം വരും. അല്ലാതൊക്കെ വേറെ ഉറക്കം വരും. അൽക്കഫ് ഒതുക്കുമ്പോൾ പേജ് മറിച്ചു പോകും, തീരാനായോ. മങ്കൂസ് മൂലം ചെല്ലുമ്പോൾ ഫുള്ള് ചെല്ലുന്നില്ലല്ലോ എന്ന് ചോദിക്കും. ഫുള്ള് ചെല്ലുന്നില്ലല്ലോ, ഇല്ല, 2 ദിവസത്തിൽ ഒതുക്കല്ലേ, അതെ കേട്ടോ. ഒന്നിനും ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കാര്യത്തിനും ടേസ്റ്റ് ഉണ്ടാവില്ല. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ പേടി ഉണ്ടാവില്ല. അതൊക്കെ സാധാ കാണുന്നല്ലേ, അല്ലെങ്കിൽ പിന്നെ ബോയ്സ് സ്കൂളിൽ ചേർന്നാൽ പോലെ ഒരു പേടി ഉണ്ടാവില്ല തെറ്റ് ചെയ്യാൻ. അകത്ത് എന്തെങ്കിലും വൃത്തികെട്ടത് കയറിയാൽ അകവും പുറവും ചീത്തയായി. ഇസ്ലാമിൽ വളരെ പ്രധാനമാണല്ലോ, മനുഷ്യൻ ചെയ്യുന്ന ഏത് തെറ്റിന്റെ അടിസ്ഥാനം അകത്ത് എന്തെങ്കിലും വേണ്ടാത്തരം കയറിയിട്ടുണ്ടാവും.